Hi everyone, welcome to Tips and Treats. ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സവാള തക്കാളി ഒന്നും വഴറ്റോ ഒന്നും വേണ്ട, ബീഫ് കുക്കാവുന്ന ടൈമേ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നൊരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് ഇനേബിൾ ചെയ്ത് വെച്ചാൽ അതിൽ ഓൾ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമേ ഒരു പ്രഷർ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. 400 ഗ്രാമാണ് കേട്ടോ ബീഫ് എടുത്തിട്ടുള്ളത്. ബീഫ് ആദ്യം പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ പകുതി സവാളയും പകുതി ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സവാളയുടെ പകുതിയും പിന്നെ ഏതാണ്ട് ഒരു 15-16 ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്, ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ആ ടൈമിൽ ഉണ്ടായില്ല, അപ്പോൾ ഞാൻ ഉലുവായിട്ട് തന്നെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും നോക്കണ്ട കേട്ടോ, ഇനി ബീഫ് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുകയാണ് വേണ്ടത്. ഈ മസാലപ്പൊടികളും തക്കാളിയുടെ നീരും വെളിച്ചെണ്ണയെല്ലാം ബീഫിൽ പിടിക്കുന്ന വിധത്തിൽ നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. ഞാനിവിടെ സവാള പകുതിയും ചെറിയുള്ളി പകുതിയും അങ്ങനെയാണല്ലോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള മൊത്തത്തിലായിട്ട് എടുക്കാം, ഒരു സവാള എടുക്കാം. അതുപോലെ തന്നെ ചുവന്നുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ അതന്നെ ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബീഫ് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഏതാണ്ട് 5 വിസിൽ വേണ്ടി വന്നിട്ടോ ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പ്രഷർ കുക്കറെല്ലാം അനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്കിവിടെ 5 വിസിലാണ് വേണ്ടി വന്നത്. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തക്കാളി വഴറ്റിയോ സവാള വഴറ്റിയോ ഒന്നും സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ബീഫ് കുക്ക് ചെയ്യാനുള്ള ഒരു ടൈമേ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇനി ഞാൻ കറിയൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഉണക്കമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തക്കാളിയോ സവാളയോ ഒന്നും വഴറ്റിയിട്ട് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. മാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. ബീഫ് കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പത്തിരിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, പൊറാട്ടയുടെ കൂടെ, റൊട്ടിയുടെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ കറി ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം വേണമെങ്കിൽ ഇതൊന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി, അപ്പോഴും കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്നും പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വ്ളോഗോ റെസിപ്പിയായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.